ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധികയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാനാ? സിഐയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും പതറിപ്പോയില്ലേ? അത്തരക്കാരനല്ലേ അയാള്. ഹലോ അജിത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഇപ്പോ സ്റ്റേഷനിൽ കേസിന്റെ കൂമ്പാരാണല്ലോ. കേസിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് തന്റെയൊക്കെ വരുമാനവും കൂടുന്നുണ്ടല്ലോ. ആ, ദിസ് ഈസ് മിസ്റ്റർ ശേഖർ, ചിട്ടി കമ്പനിക്കാരനാ, KRK എന്റർപ്രൈസസ്. ഓ ഹലോ. ഇത് കുര്യാക്കോസ്, പഴയ മദ്യക്കച്ചവടക്കാരൻ എബ്രഹാമിന്റെ മകനാ. കേട്ടിട്ടുണ്ട് സാർ. ഇപ്പോഴും ഉണ്ടല്ലോ 4-5 ബാർ ഹോട്ടലുകൾ. ഉണ്ട്. നിങ്ങൾ ഇരിക്കും. അജിത്തെ, താൻ എനിക്ക് ചെയ്തു തരുന്ന സേവനങ്ങളെ കണക്ക് പറയാൻ പറ്റാത്തതാ. അതുകൊണ്ട് തന്നെ തനിക്കുള്ള പ്രതിഫലം എന്താണെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുമില്ല. കാര്യങ്ങളെല്ലാം എന്റെ അധീനതയിലായി കണിമംഗലത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ തന്നെ വിളിക്കും. കണിമംഗലത്തിന്റെ ഒരു വിഹിതം കൃത്യമായി തന്റെ കയ്യിൽ എണ്ണിത്തരാം. ചന്ദ്രശേഖരൻ വാക്ക് പറഞ്ഞ വാക്കാ കേട്ടോ സാറേ. ഇവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാം. അപ്പോ ഇപ്പോഴത്തെ വിജയത്തിനും ഇനി അങ്ങോട്ട് വിജയിക്കാനുള്ളതിനും Cheers. ചന്ദ്രശേഖര സാറേ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു തരാതിരിക്കാൻ പറ്റില്ല. സാധാരണ നിങ്ങൾ പോലീസുകാര് ഒരാളെന്തെങ്കിലും അഭ്യാസം കാണിക്കുമ്പോ അയാളെ തിരിച്ചറിയുകയും അവിടെ നിന്ന് അങ്ങോട്ട് അയാളെ വാച്ച് ചെയ്യുകയും ചെയ്യും. പക്ഷേ കണിമംഗലം വീട്ടിനകത്ത് നിൽക്കുന്ന പാവം ചന്ദ്രശേഖരനെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടേ ഇല്ല. എന്റെ പൊന്നു സാറേ, വലിയ വലിയ കുടുംബങ്ങളിലൊക്കെ ജനിച്ചു കഴിയുമ്പോ ഈ അഭിനയമൊക്കെ നമുക്ക് ജീവിതത്തിൽ വേണ്ടിവരും. അല്ല, എന്തു പറയുന്നു വരുണും രാധികയും? രണ്ടുപേരും സെല്ലിനകത്താ. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കണം. പക്ഷെ ഒരാള് സാറ് വിട്ടു, സൂര്യ. അവനും എനിക്ക് ശല്യമാ. വരുണിനെ രാധികയും ശവസംസ്കാരത്തിന് സഹായിച്ചു എന്നൊരു കാരണം വെച്ച് എനിക്ക് സൂര്യയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാ എനിക്ക് ചന്ദ്രശേഖരനെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ബുദ്ധിമുട്ടല്ലേ? പിന്നൊരു കാര്യം, രാധികയും വരുണും പ്രിയങ്കയെ കൊന്നതിന് തെളിവുകളൊന്നുമില്ല. ഹൃദ്രോഗിയായ അച്ഛന്റെ സെന്റിമെന്റ്സ് കോടതിയിൽ പറഞ്ഞ കോടതി അത് ചിലപ്പോ പരിഗണനയ്ക്ക് എടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട എന്താ? അവന്മാര് കൃത്യമായി കുടുങ്ങിപ്പോകുന്ന തെളിവുകൾ. സാറ് പേടിക്കണ്ട. ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിലേ തെളിവുകൾ ഉണ്ടാക്കി തരാനും ഈ ചന്ദ്രശേഖരന് പറ്റും. സൂര്യ, ചന്ദ്രശേഖരൻ പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ഇതുവരെ ഒന്നും വിളിക്കുക പോലും ചെയ്തില്ല. ചെറിയച്ഛനൊന്ന് വിളിക്ക്. വിളിക്കും മോനെ. എത്രയും പെട്ടെന്ന് വരുണിനെ പുറത്തിറക്കിയേ പറ്റൂ.
ഹലോ. ആ ചെറിയച്ച എന്തായി കാര്യങ്ങൾ? സൂര്യ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഗൗരവ. കണിമംഗലത്തിന്റെ ശത്രുക്കൾ ആരാണെന്നറിയില്ല, പക്ഷേ ആരോ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഞാനേ ഇപ്പൊ ഒരു ക്രിമിനൽ ലോയറുമായി സംസാരിച്ചോണ്ടിരിക്കുക. അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, വേണ്ടത് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞത് ആ സി എ ഉണ്ടല്ലോ, ആ വൃത്തികെട്ടവൻ ഇന്ന് രാത്രി തന്നെ വരുണിനെ കോടതിയിൽ ഹാജരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കോടതിയിലേക്ക് പോയാൽ ജാമ്യം പോലും കിട്ടില്ല. പിന്നെ അത്യാവശ്യം വേണ്ടവരെ വിളിച്ച് അദ്ദേഹം മുടക്കിയിട്ടുണ്ട്. വക്കീലിനോട് ഞാനൊന്ന് സംസാരിച്ച് തീരട്ടെ. ഒരുപക്ഷെ ഒരു പെൺകുട്ടി കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു പരിഗണന കിട്ടാതിരിക്കില്ല. പെൺകുട്ടിയോ? അതെ, രാധികയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടം സ്റ്റേഷനിലുണ്ട്. ചെറിയച്ച, രാധികയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാനാ, സി എയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും പതറിപ്പോയില്ലേ. അത്തരക്കാരനല്ലേ അയാള്. വരുണും രാധികയും തമ്മിലുള്ള ബന്ധം അവരറിഞ്ഞ നിലയ്ക്ക് പ്രിയങ്കയുടെ കൊലപാതകത്തിന് അവര് തന്നെ ഉത്തരം പറയണമെന്നാ പോലീസുകാർ പറയുന്നത്. ചെറിയച്ച, ഞാൻ ഈ വക്കീലുമായിട്ടുള്ള ഏർപ്പാടും തീർക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ ഫോൺ വെച്ചോ. ശരി. അജിത്തെ, സോറി കേട്ടോ. കേൾക്കുന്നവർ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എന്തോ പറഞ്ഞു. അതൊന്നും സാരമില്ല സാർ, കാര്യങ്ങൾ നടക്കട്ടെ. ഇവിടെ എന്റെ നെഞ്ചിലൂടെ മദ്യം കത്തിയെരിഞ്ഞിറങ്ങുമ്പോ കണിമംഗലത്തുള്ള ഓരോരുത്തരുടെയും നെഞ്ചിൽ തീ കത്തിയെരിഞ്ഞോണ്ടിരിക്കുക. രാധികയെ അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലല്ലോ മോനെ. പറഞ്ഞിട്ട് എന്തിനാ? ജാമ്യത്തിന് അമ്മ പോകുന്നുണ്ടോ?